ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ഊർജിതപ്പെടുത്തുകയാണ്. നിലവിൽ കോടതി കുറച്ച് സാവകാശമൊക്കെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള നീക്കം തന്നെയാണ് ഇവർ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇടപെടുകയും ഉന്നതരിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉന്നതർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി SIT അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 തവണ തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീണ്ടും തന്ത്രിമാരെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുവാനുള്ള നീക്കത്തിലേക്ക് പോകുന്ന ഏതെങ്കിലും തരത്തിൽ ഉന്നതർ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ അന്വേഷണം. കൃത്യമായി തന്നെ അന്വേഷണത്തിന്റെ ഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചത്. ഒപ്പം ഈ സ്വർണ്ണപ്പാളിയുടെ അല്ലെങ്കിൽ ശേഖരിച്ച സാമ്പിളിന്റെ ഉരുപ്പടികളുടെ ഒക്കെ തന്നെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്കും അന്വേഷണ രീതിയും മറ്റു രീതിയിലൊക്കെ തന്നെ മാറ്റി മുന്നോട്ട് പോകുവാൻ വേണ്ടി SIT കഴിയും. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും അന്വേഷണം ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് വലിയൊരു ഇടപെടൽ തന്നെയാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിലവിൽ ഇപ്പോൾ മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കൂടി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹം നിലവിൽ ജോലി ചെയ്തിരുന്ന സമയത്തല്ല ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയെന്ന അടക്കമുള്ള വാദമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും. SK